വേണ്ട, എന്നോട് അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. നിങ്ങൾ എന്നെ വിറ്റഴിക്കണ്ട. നിങ്ങൾക്ക് മാർക്കറ്റിംഗാണ് വലുതായിരിക്കും, അത് എന്നെ കൊണ്ട് വേണ്ട. അവർക്കറിഞ്ഞില്ലേ 6 വർഷം പീഡിപ്പിച്ചത്? അവരറിഞ്ഞില്ലേ? ഉരബലാത്സം കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞുകൂടാത്ത ബുദ്ധിയില്ലാത്തവരാണ് അവർ. ഞാൻ വോട്ടിട്ട് തിരഞ്ഞെടുത്ത മെമ്പർമാരാണ് അവർ. അവരെന്നോട് ചോദിക്കാൻ രാജിവെക്കുമെന്തിനാ? ആര് പറഞ്ഞിട്ടാണ് രാജിവെക്കേണ്ട കാര്യം? എന്തിനാണ് പേടിക്കുന്നത്? അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മോഹൻലാൽ ഇറങ്ങിപ്പോയി, ഇനി പുതിയ ഭരണസമിതി വരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തരമായിട്ടുള്ള തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? മോഹൻലാൽ തന്നെ വേണമായിരുന്നു അല്ലേ അമ്മയുടെ നേതൃസ്ഥാനത്ത്? അല്ല, നേതൃസ്ഥാനത്ത് എന്തായാലും ഔന്നിത്യമുള്ളവർ തന്നെ വേണം. അതിപ്പോൾ ഞാൻ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്കതിനകത്ത് വിയോജിപ്പുണ്ട്. ഇവർ റിസൈൻ ചെയ്തതിനകത്ത് വിയോജിപ്പുണ്ട്. അത് ഞാൻ പരസ്യമായി അമ്മയുടെ ഭാരവാഹികളോട് പറയുകയും ചെയ്തു. കാരണം ഞാൻ വോട്ടിട്ട് തിരഞ്ഞെടുത്ത മെമ്പർമാരാണ് അവർ. അവരെന്നോട് ചോദിക്കാൻ രാജിവെക്കുമെന്തിനാ? ആര് പറഞ്ഞിട്ടാണ് രാജിവെക്കേണ്ട കാര്യം? എന്തിനാണ് പേടിക്കുന്നത്? ഒരു നിയമവ്യവസ്ഥയില്ലേ? എനിക്കെതിരെ ആരോപണമുണ്ട്. ഞാൻ നിയമവ്യവസ്ഥയുടെ മുമ്പ് പോകാൻ തയ്യാറാണ്. ഞാൻ മാധ്യമ വിചാരണയ്ക്കല്ല നിൽക്കുന്നത്. മാധ്യമ വിചാരണ എനിക്ക് ആവശ്യമില്ല. ഒരു മാധ്യമം എന്നെ വിചാരണ ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ നമ്പിനാരായണന് പൈസ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയിൻ സ്വാമി, ഇവിടെ ഇരിപ്പുണ്ട് പടം. സ്റ്റെയിൻ സ്വാമി നിരപരാധിയായിരുന്നു. സുപ്രീം കോടതി ശിക്ഷിച്ച ശേഷം അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കോടതി പറയുന്നത് പുള്ളി നിരപരാധിയായിരുന്നു, അയാൾ മാവോയിസ്റ്റ് ആയിരുന്നില്ല. അങ്ങനെ എന്തെല്ലാം മാധ്യമ വിചാരണകളാണ് ഓരോരുത്തർക്കെതിരെ നടക്കുന്നത്. അല്ല, ഈ ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് അലൻ സേട്ടൻ്റെ പേര് പോലും വലിച്ചിഴക്കപ്പെട്ടു. ഒരുപാട് നടന്മാർ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു കുറച്ച് നടിമാർ, പുറത്തു പോലെ അറിയാത്ത കുറേ നടിമാർ വന്ന് ഇന്നയാളുടെ പേര് പറയാം. അതൊക്കെ ശരിയായൊരു പ്രവണതയാണെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് ഗുണപരങ്ങൾ കൊട്ടപ്പെട്ടോട്ടെ. അലൻ സേട്ടൻ്റെ പേര് വലിച്ചിഴക്കപ്പെട്ടപ്പോൾ തോന്നിയ മാനസികാവസ്ഥ എന്തുവാ? അത് വീട്ടുകാർക്കറിയാം. അവർക്ക് ഒരേ മാനസികമായിട്ട് തകർന്നില്ലേ? സങ്കടം ഉണ്ടാവില്ലേ? ഒരു കാരണവശാലാതെ അങ്ങനെ പറയുമ്പോൾ വീട്ടിൽ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സങ്കടം വരും? ഞാനിത് തന്നെയാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തക ഇവിടെ വന്ന് എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾക്കെതിരെ കേസില്ലേ, താങ്കൾ സ്ത്രീവിരുദ്ധതയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ പുരുഷ പീഡകയല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? കടക്കു പുറത്തെന്നല്ലേ പറയും? അത് ഞാനും പറയും. അത്രയേ ഞാനും പറഞ്ഞുള്ളൂ. വേണ്ട, എന്നോട് അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. നിങ്ങൾ എന്നെ വിറ്റഴിക്കണ്ട. നിങ്ങൾക്ക് മാർക്കറ്റിംഗാണ് വലുതായിരിക്കും, അത് എന്നെ കൊണ്ട് വേണ്ട. ഞാൻ അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് അവർ രാജിവെച്ചു പോയതിൽ വിയോജിപ്പുണ്ട്. അത് അങ്ങനെ സംഘടന വിട്ടൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയല്ല. അതിന് അങ്ങനെ ഒരു അനാഥത്വം വരുത്തരുതായിരുന്നു. കാരണം അവർ തെളിയിച്ചതാണ്, അവർ പ്രൂവ് ചെയ്തതാണ്. എത്രയോ സിനിമകൾ, എത്രയോ കാലം നിങ്ങളെ രസിപ്പിക്കാനുള്ള സിനിമകൾ അവർ ആടിത്തിമർത്തവരാണ്. അവരെ ചില ആക്ഷേപങ്ങളുടെ പേരിൽ ഒറ്റപ്പെടുത്തുമ്പോൾ അത് സങ്കടകരമാണ്, സമൂഹത്തിന് ലജ്ജാകരവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ തിരിച്ചു പറയട്ടെ. ഈ പെൺകുട്ടികൾ ഇപ്പോൾ വാദിക്കുന്ന ഈ സ്ത്രീകൾ പറയട്ടെ ആരൊക്കെയാണ്, പിന്നെ പേര് വിളിച്ചു പറയട്ടെ. എൻ്റെ പേര് ഇതാണ്, ഞാനിതാണ്, എന്നെ ഇന്ന ആൾ പിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആരെങ്കിലും കാണിക്കട്ടെ? അത് കാണിക്കില്ല. അപ്പോൾ അവർക്ക് മാത്രമാണ് നീതി, നമുക്ക് നീതി കേടും. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ സെലിബ്രിറ്റികളെ ശരിക്കും പറഞ്ഞ ആരെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റികൾ പെട്ടുപോകല്ലേ? ഇപ്പം നമ്മളെ പോലെ പ്രേക്ഷകർ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഇറങ്ങി നോക്കൂ, ആരാണ് പിന്നെ ലൈംഗിക അതിക്രമണം നടത്താത്തവർ? ഇത് സിനിമ ഫീൽഡിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അത് ജോയ് മാത്യു നേരത്തെ പറഞ്ഞ പോലെ പൊളാൻസ്കിയുടെയും ചാർലി ചാപ്ലിൻ്റെയും ലിസ്റ്റിൽ കയറിയില്ലേ എന്ന് ചോദിച്ചതുപോലെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇവിടെ എല്ലാവരും സിനിമയിൽ അഭിനയിച്ചവരായിരുന്നെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലൊക്കെ അപ്പുറം ഇപ്പുറം എത്ര പേര് ഇതിനകത്ത് കുടുങ്ങിയാണ് ഹേമ കമ്മിറ്റിയിൽ? ഇപ്പോഴാണോ വിളിച്ചു പറയേണ്ടത്? അവർക്കറിഞ്ഞില്ലേ 6 വർഷം പീഡിപ്പിച്ചത്? അവരറിഞ്ഞില്ലേ? ഉരബലാത്സം കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞുകൂടാത്ത ബുദ്ധിയില്ലാത്തവരാണോ ഇവർ? പക്വതയില്ലേ ഇവർക്ക്? വിഡ്ഢികളാണോ? അത് ചോദിച്ചാൽ ഞാൻ സ്ത്രീവിദ്വേഷിയായി മാറും. ഒരു തവണ പീഡിപ്പിക്കുമ്പോൾ അറിയണം എന്നെ പീഡിപ്പിക്കുകയാണ്. അടുത്ത തവണ പീഡിപ്പിക്കുമ്പോഴെങ്കിലും തിരിച്ചറിയണം, 2ാം തവണയെങ്കിലും. 12 കൊല്ലം കഴിഞ്ഞിട്ടല്ല എന്നെ 13 തവണ പീഡിപ്പിച്ചു എന്ന് പറയേണ്ടത്. ഹേമ കമ്മിറ്റി പറഞ്ഞ പോലെ ഒരു കോക്കസ് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു 15 അംഗ സംഘം ഉണ്ടോന്നൊക്കെ ആർട്ടിസ്റ്റ് സാർ വിചാരിക്കുന്നുണ്ടോ?
മലയാള സിനിമ എനിക്ക് അറിഞ്ഞുകൊണ്ടാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിവില്ല, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറുമില്ല. അങ്ങനെ ഒരു കോക്കസിനെ കുറിച്ച് പറഞ്ഞു കേട്ടതല്ലാതെ എൻ്റെ നേരിട്ട് അറിവില്ല, എനിക്കില്ല. അല്ല, ചില സാറിൻ്റെ നല്ല വേഷങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നു, ആ വേഷം പെട്ടെന്ന് മാറുന്നു, വേറെ ആൾ അവിടെ കാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ അനുഭവം സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അത് ഉറപ്പാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എല്ലാ നടന്മാർക്കും ഉണ്ട്. ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്ന ഒരു വേഷം ഞാൻ ചെയ്യാൻ വേണ്ടി. അത് സംവിധായകർ മാറുന്നു, പലരും മാറി വരുന്നു. അപ്പോൾ ആ സിനിമ നടക്കുന്നില്ല. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എത്ര സിനിമകൾ മാറ്റിവെച്ചു. അപ്പോൾ അത് സ്വാഭാവികമാണ്. അല്ല, അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്, അത് സാഹചര്യം കൊണ്ട് മാറുന്നതാണ്. ഈ തല മൊട്ടയടിച്ചത് പോലും ചില സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ? അത് തീർച്ചയല്ലേ. ഞാൻ ഹൈദരാബാദിൽ പോയി ഇപ്പോൾ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ട് വരേണ്ടതാണ്. അപ്പോഴാണ് അസോസിയേറ്റ് ഡയറക്ടർ സൂയിസൈഡ് ചെയ്തത്. അതും എൻ്റെ കുറ്റമാണ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം നാളെ. എൻ്റെ കാരണം കൊണ്ട് സൂയിസൈഡ്. അതാണ് ഇൻഡസ്ട്രി. ഈ ന്യൂജൻ പിള്ളേരോട്ടൊക്കെ എങ്ങനെയാണ് മിങ്കിൾ ചെയ്ത് പോകുന്നത്? ഞാൻ അമ്മയുടെ മീറ്റിംഗ് ചെല്ലുമ്പോൾ മുൻനിരയിൽ മുതിർന്ന നടന്മാരൊക്കെ ഇരിക്കും. ഞാൻ ഏറ്റവും പിൻനിരയിൽ പുതിയ പിള്ളേരുടെ കൂടെയാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തവണ ഒരു പഴയ നടൻ വേദിയിൽ കയറിയിട്ട് പറഞ്ഞു, ഈ കുട്ടികളൊന്നും ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല, ഞാൻ വന്നിട്ട് എന്നെ ഒന്ന് തൊഴുതവരെയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് നീച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ, അവർ തൊഴുതില്ലെങ്കിൽ ചേട്ടനൊന്ന് തൊഴുതാൽ മതി, അപ്പോൾ അവർ ചിരിച്ചോളും. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ കൈയടിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങളെന്നെ കണ്ടപ്പോൾ ചിരിച്ചോന്ന്. അത്രയൊക്കെ മതി, അല്ലാതെ നമ്മളെ തന്നെ എന്നും ബഹുമാനിച്ചുകൊണ്ടിരിക്കണമെന്നും ആദരിച്ചുകൊണ്ടിരിക്കണമെന്നും ഒരു വ്യവസ്ഥയുമില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ നല്ല സിങ്കാ, സൗബിനായിട്ടായാലും ഫൗബാസിലായിട്ടായാലും ആരുമായിട്ട് നല്ല സിങ്ക് ചെയ്തു പോകും. അപ്പോൾ ഇവരൊക്കെ നല്ല അർഹിക്കുന്ന ഒരു പരിഗണന തരുന്നുണ്ടോ? തരാത്തതുകൊണ്ടാണ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മക്കളുടെ പ്രായം ഉള്ള കാലത്താണ്, കുട്ടികളായിരിക്കുന്നവരാണ് എന്നെ ഈ സതീഷ് പൊതുവാളിൻ്റെ 2 മക്കൾ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് സിനിമ ഉണ്ടാക്കിയ ചിദംബരവും ഗണപതിയും. ആ 2 കുട്ടികളും ആ കുട്ടിക്കാലത്ത് ഇവിടെ സതീഷ് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. സതീഷ് അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ്, ടി വി ചന്ദ്ര സാറിൻ്റെയൊക്കെ അസോസിയേറ്റാണ്. അപ്പോൾ ഈ കുട്ടികൾ വന്നിറങ്ങി ബസ്സിന് ഇറങ്ങിയിട്ട് ഒരു കടൽ കാണാൻ ഇങ്ങനെ ഓടും. അപ്പോൾ ചിദംബരം സോഫ്റ്റായിട്ട് ഇങ്ങനെ പതുക്കെ മടിച്ച് നിൽക്കും, കടൽ കണ്ട് പേടിച്ച്. പക്ഷേ ഗണപതി അങ്ങനെയല്ല, ഗണപതി കടലിലേക്ക് ചാടും. അപ്പോൾ ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീന്താൻ അറിഞ്ഞുകൂടാത്തവൻ രക്ഷപ്പെടുത്തിയവനാണ് നീ ഗണപതി. അങ്ങനെ തന്നെയാണ്. ഗണപതിയെ കാവലിരുത്തിയിട്ടാണ് പാർവതി കുളിക്കാൻ പോയത്. അച്ഛനെ നോക്കിക്കോളാം ശിവനെ. ഞാൻ ശിവഭക്തനാണ്. ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നു, ഒരു സത്യത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അങ്ങനെയുള്ള കുറച്ച് പ്രേമയുഗം പോലെയുള്ള ഒരു സമയം, നല്ല സമയം, മലയാള സിനിമയുടെ നല്ല സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും ആ സമയം അസ്തമിച്ചും തോന്നുന്നുണ്ട്, നല്ല പടങ്ങൾ ഇറങ്ങുന്നില്ല. എന്താ സംഭവിച്ചത് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ? മലയാള സിനിമയ്ക്ക് എന്ത് ദുരന്തം സംഭവിച്ചൊന്നും എനിക്കറിയില്ല. പടങ്ങൾ ഇറങ്ങുന്നില്ല, ഇഷ്ടംപോലെ സിനിമയുണ്ട്. എൻ്റെ പടം 8 പടം റിലീസ് ചെയ്യാനുണ്ട്. ആ 8 പടത്തിലും വ്യത്യസ്തമായ വേഷം തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, എന്താ മലയാള സിനിമ ഇപ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഒരു പുഷ്കര സമയം ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് എല്ലാ കാലത്തും ഉണ്ട്. ഒരു വീഴ്ച ഉണ്ടാകുമെങ്കിൽ ഒരു ഉയർച്ചയുണ്ടാവും, അത് മറികടക്കും. അത് തന്നെയാണ്. ഒരു കുരിശുമരണം ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. കുരിശുമരണം കൊണ്ടേ ഉയർപ്പുണ്ടാവും. നമ്മൾ റീഫൈൻ ചെയ്യണം, നമ്മൾ തന്നെ തിരിച്ചറിയണം, നമ്മൾ നന്നാവണം. അതിനെയാണ് ഞാൻ കുട്ടികളുടെ നാടകം കാണാൻ സഞ്ചരിക്കുന്നത്.